സാധാരണ റെയ്ഡും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടല്ല. എന്നാൽ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നാൽ, ഒരു അന്വേഷണം നടന്നാൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കേരള പോലീസ് പറഞ്ഞത് നമ്മുടെ കേരള പോലീസ് തന്നെയാണ്. വേങ്ങരയിൽ നിന്ന് പോലീസ് ഇടയ്ക്കൊക്കെ കാപ്പന്റെ വീട്ടിൽ എത്താറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയത് തൊട്ടടുത്ത വീടുകളിലൊക്കെ അന്വേഷിച്ചുകൊണ്ടാണെന്ന് കാപ്പൻ പറയുന്നു. വീട്ടിലെത്തിയ പോലീസുകാർ കുടുംബസമേതം കുട്ടികളുമൊത്ത് താമസിക്കുന്ന സ്ഥലത്ത് രാത്രി 12 മണിക്ക് ശേഷം പരിശോധന ഉണ്ടാകും എന്നൊരു അറിയിപ്പ് നൽകി. പരീക്ഷാകാലത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉറക്കമൊഴിഞ്ഞ് അവർ വരുന്നത് കാത്തിരുന്നതായും കാപ്പൻ പറയുന്നു. എന്നാൽ ഈ റെയ്ഡ് ചീറ്റിപ്പോയ റെയ്ഡും ആ പോലീസുകാരും വിശദമായ അന്വേഷണം വേണം എന്ന തലക്കെട്ടോടെ ഡോക്ടർ ഭാർഗവ റാം എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നല്ലതുപോലെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ആ കുറിപ്പ് വായിക്കാം. ഇന്നലെ രാത്രിയാണ് സിദ്ദിഖ് കാപ്പന്റെ ധർമ്മതാരങ്ങളുടെ ഫേസ്ബുക്കിൽ വേങ്ങരയിൽ നിന്നും മലപ്പുറത്ത് നിന്നും ഓരോ പോലീസുകാർ തങ്ങളുടെ വീട്ടിൽ വന്ന് രാത്രി 12 മണിക്ക് കാപ്പൻ വീട്ടിൽ ഉണ്ടാകുമല്ലോ, എങ്കിലൊരു പരിശോധന നടക്കും എന്നറിയിച്ചിട്ട് കൂടുതൽ വിശദീകരണങ്ങൾ നൽകാതെ തിരിച്ചുപോയി എന്നൊരു പോസ്റ്റ് കാണുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച് മീഡിയ വൺ അടക്കമുള്ള ചില ചാനലുകൾ പൊലിപ്പിച്ച റിപ്പോർട്ടിങ്ങുകളും ചെയ്തു. എന്തായാലും കാപ്പന്റെ പുരയിൽ പറയപ്പെട്ട പരിശോധന നടന്നില്ല. ഈ വിഷയത്തിൽ കാപ്പനോ ബന്ധപ്പെട്ടവർക്കോ പരാതി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ വിശദമായ അന്വേഷണം ഉണ്ടാകണം. വഖഫ് ബില്ലിന്റെ പേരിലുള്ള പ്രതിഷേധം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ജിഹാദി സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപശ്രമം നടന്ന കോഴിക്കോട് എയർപോർട്ട് കാപ്പന്റെ താമസ സ്ഥലത്തു നിന്നും അധികം ദൂരെയല്ല എന്ന് ഡോക്ടർ ഭാർഗവ റാം ചൂണ്ടിക്കാണിക്കുന്നു. വിഘടന ഭീകരവാദ മുദ്രാവാക്യങ്ങളും എയർപോർട്ടിൽ നടത്തിയ നീക്കങ്ങളിൽ വലിയ ഗൂഢാലോചനകളാണ് നടന്നിട്ടുള്ളത് എന്ന് ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി പല ആസൂത്രിത രഹസ്യ മീറ്റിംഗുകളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാതിരാത്രി പുറത്തുകൂടുന്ന മീറ്റിംഗുകളിൽ കാപ്പന്റെ സാന്നിധ്യം അഥവാ കാപ്പന്റെ വീട്ടിൽ ആലോചനകൾക്കായി മറ്റാളുകൾ എത്തും എന്ന വിവരം ഏജൻസികൾക്ക് ലഭിച്ചിരിക്കാം. ഇത് രണ്ടും സംഭവിച്ചാലും കാപ്പന്റെ ജാമ്യ വ്യവസ്ഥയിലുള്ള ലംഘനമാണ് എന്നതുകൊണ്ട് ഏജൻസികൾക്ക് പരിശോധന നടത്തിയേ തീരൂ. ഈ നിശ്ചിത പരിശോധന മുൻകൂട്ടി അറിഞ്ഞ അഭ്യുദയകാംക്ഷികൾ ഇക്കാര്യം കാപ്പനെ വളഞ്ഞ വഴിയിലൂടെ അറിയിക്കാൻ നടത്തിയ ശ്രമം പാളിപ്പോയതാണോ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന ബലമായ സംശയം എനിക്കുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊരു പുലിവാലായി മാറുമെന്ന് കാപ്പന്റെ വീട്ടിൽ പോയ പോലീസുകാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല. കാപ്പന്റെ ധർമ്മധാരങ്ങളുടെ ബുദ്ധിപൂർവമായ പോസ്റ്റ് കാരണം അന്വേഷണത്തിൽ ഒരു ചുവട് അധികം മുന്നോട്ട് പോകാൻ സാധിച്ചു. കൂടാതെ ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുമായി സിദ്ദിഖ് കാപ്പൻ ഉറ്റ ബന്ധമാണ് ഉള്ളത് എന്ന് നേരത്തെ പുറത്തു വന്ന കാപ്പന്റെ വാട്സപ്പ് ചാറ്റുകളിലൂടെ മനസ്സിലായ കാര്യമാണ്. ഫൈസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാപ്പന്റെ വീട്ടിൽ ED റെയ്ഡ് സാധ്യത നിലനിൽക്കെ ഉണ്ടായ ഈ പോലീസ് നാടകം വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും ഡോക്ടർ ഭാർഗവ റാം കുറിക്കുന്നു. അങ്ങനെ ഒരു ED റെയ്ഡ് സമയത്തും കാപ്പൻ വീട്ടിലില്ല എന്ന റിപ്പോർട്ട് വാർത്ത ഉണ്ടാകുന്നത്, അതിന്മേൽ അന്വേഷണം ഉണ്ടാകുന്നത് മുൻപറഞ്ഞ മട്ടിൽ ജാമ്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാകും. വീട്ടിൽ രേഖകളോ പണമോ ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളാനുള്ള മുന്നറിയിപ്പാണ് ഉണ്ടായത് എന്നാരെങ്കിലും സംശയിച്ചാൽ അതിനെയും ആർക്കും കുറ്റം പറയാവതല്ല. അതേതായാലും ശരി, കാപ്പന്റെ സാന്നിധ്യം വീട്ടിൽ ഉറപ്പുവരുത്താനുള്ള നീക്കം ഈ പോലീസ് നീക്കത്തിലുണ്ട് എന്ന് സംശയിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്നാൽ അതേസമയം വേങ്ങരയിൽ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിൽ പോലീസ് നടത്താനിരുന്ന അന്വേഷണം ED റെയ്ഡിന് മുന്നോടിയാണ് എന്നൊരു സൂചന. ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച SDPI നേതാവ് MK ഫൈസിയും കാപ്പനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. MK ഫൈസിയുടെ ഹവാല ഇടപാടുകൾ, ആ ഇടപാടുകളിലേക്ക് EDക്ക് സൂചന ലഭിച്ചതു മുതൽ സിദ്ദിഖ് കാപ്പൻ ഫൈസി വാട്സപ്പ് ചാറ്റുകൾ, MK ഫൈസിയുടെ 9567161420 മൊബൈൽ നമ്പറിൽ നിന്ന് സിദ്ദിഖ് കാപ്പനുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫ് മുഖേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ച് സൂചന നൽകുന്നതാണ്. ദില്ലി കലാപവേളയിൽ ഹിന്ദുവിരുദ്ധ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനായി മാധ്യമപ്രവർത്തകർക്ക് നൽകേണ്ട പ്രതിഫലവും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ടത്രേ. സിദ്ദിഖ് കാപ്പന്റെ 10 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചാറ്റുകൾ പോപ്പുലർ ഫ്രണ്ട് പേറോളിലുള്ള മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, സാമൂഹിക പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവരെ കുറിച്ചും സൂചനകൾ നൽകുന്നവയാണ്. തീവ്രവാദ കേസുകളിൽപ്പെട്ടവർക്ക് NCHR മുഖേന നിയമസഹായം നൽകുന്നതിനെക്കുറിച്ചും ഹിറ്റ് സ്ക്വാഡ് ആയുധ പരിശീലനത്തിന് ഉൾപ്പെടുത്തേണ്ട വിശ്വസ്ത പ്രവർത്തകരെക്കുറിച്ചും കാപ്പൻ PFI SDPI നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതും ED NIA അന്വേഷണങ്ങൾക്ക് തുമ്പായി. EDക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ച സിദ്ദിഖ് കാപ്പന്റെ 10 വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ഓടിച്ചു പറയാം. NCHRO, മീഡിയ പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ PFI മീഡിയ സെൽ ഭാരവാഹികളും വിശ്വസ്ത മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ഗ്രൂപ്പാണത്. SDPI പൂച്ചാലമാട് ബ്രാഞ്ച്, SDPI KNMP മെമ്പേഴ്സ്, ഡൽഹി ഫ്രണ്ട് അപ്ഡേറ്റ്സ്, PFI ഡൽഹി നേതാക്കൾ ഉൾപ്പെട്ട ഗ്രൂപ്പ്, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ്, ക്യാമ്പസ് ഫ്രണ്ട് പ്രചാരണവുമായി ബന്ധപ്പെട്ടവരുടേതാണത്. ഇമാം കി പുക്കാർ, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ അവരുടെയാണത്. ദില്ലി ഫ്രണ്ട്സ് ഡൽഹി PFI നേതാക്കൾ, ന്യൂ വെബ് ടീം PFI നേതാക്കളും തേജസ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ഗ്രൂപ്പ്. ഇങ്ങനെയാണ് ഒരു 10ഓളം വാട്സ്ആപ്പ് ചാറ്റ് ഗ്രൂപ്പുകളുള്ള. സിദ്ദിഖ് കാപ്പന് PFIയുമായി ബന്ധമില്ല എന്ന് KUWJ ദില്ലി ഘടകം പ്രസിഡന്റായിരുന്ന
മിജി ജോസ് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. അത് കള്ളപ്രസ്താവനയായിരുന്നു എന്നതിന് തെളിവാണ് സിദ്ദിഖാപ്പൻ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, അതിലെ ചാറ്റുകളും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സിദ്ദിഖാപ്പൻ PFIയുടെ മാത്രമല്ല SDP, NCHR, ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു എന്നതിന് തെളിവാണ് കോടതികളിൽ അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ. എന്തായാലും പോലീസുകാർ പോലും, അതായത് സിദ്ദിഖാപ്പന് വേണ്ടി കുടപിടിക്കുന്ന പോലീസുകാർ ധാരാളം ഇപ്പോഴും നമ്മുടെ സേനയിൽ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ നേരത്തെ ഒരു അന്വേഷണത്തിന് ഒരു സൂചന വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്ത പോലീസുകാർ ശരിക്കും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നത് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതിന് ഒരു പഴഞ്ചൊല്ല് നമുക്കിവിടെ പറയാനുള്ളത്, കള്ളൻ വരുന്നുണ്ട്, താക്കോൽ യഥാസ്ഥാനത്ത് തന്നെ വെച്ചിരിക്കുമല്ലോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഈ പോലീസിൻ്റെ റെയ്ഡിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള സൂചന നൽകുകയായിരുന്നുവെങ്കിൽ അതും അതിനെ തുടർന്ന് റെയ്ഡോ അങ്ങനെയുള്ള പ്രഹസനങ്ങളൊന്നും നടക്കാതെ പോയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.